ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഗ്രാവിറ്റേഷൻ എന്നും അതേപോലെ തന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്നുമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇമ്പോർട്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് നാച്ചുറൽ ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അതായത് ഒരുപാട് നാച്ചുറൽ ഫിനോമിനകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന് സാധിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയടാ. ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മളെ ഈ ഭൂമി എന്ത് ചെയ്യുന്നില്ല, കൈവിടുന്നില്ല. അതായത് നമ്മളെല്ലാവരും ഈ എർത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എർത്ത് നമ്മളെ എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മുകളിലേക്ക് തെറിച്ചു പോകുന്നൊന്നുമില്ല. കാരണം എർത്ത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എർത്ത് നമ്മളെ എല്ലാവരെയും ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതാരുടെ, അല്ലെങ്കിൽ ആ ഒരു കാരണം നമുക്ക് എന്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എന്താ അതിന് കാരണം? എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് എർത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്, ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എർത്ത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് അതിനോട് ചേർത്ത് നിർത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ദി ബൈൻഡിങ് ഫോഴ്സ് ഓഫ് എർത്തിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് കൃത്യമായിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എർത്തിന് ചുറ്റും 3 റിവോൾവ് ചെയ്യുന്നതിൻ്റെ റീസൺ അതും നമ്മൾ ആ ഗ്രാവിറ്റേഷൻ വെച്ചിട്ടല്ലേ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ ലോന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? എർത്തിന് ചുറ്റും 3 റിവോൾവ് ചെയ്യുന്ന റീസൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ റിവോൾവ് ചെയ്യുന്നതിൻ്റെ റീസണും എന്ത് തന്നെയാണ്? സണ്ണിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷൻ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു 2-3 എണ്ണെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കണം. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഗ്രാവിറ്റേഷൻ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്രയും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ആരുടെ സഹായം കൊണ്ടാണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങളെ മൈൻഡിലൊന്ന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീ ഫോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഫ്രീ ഫോൾ കേട്ടോ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫ്രീ ഫോൾ ഇത് നന്നായിട്ട് പഠിക്കും കേട്ടോ. ഫ്രീ ഫോൾ എന്താ? ഈ ഫ്രീ ഫോൾ എന്ന് അറിയടാ, ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്, ഇത് നമ്മളെ എർത്താന്ന് വിചാരിക്കുക നിങ്ങൾ. ഇത് നമ്മളെ എർത്താണ്. ഓക്കെ, ഈ എർത്തിൻ്റെ മുകളിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. സാധാ ഒരു മരം നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു മരം നിൽക്കുന്നുണ്ട്. ഈ മരത്തിൽ ഒരു മാങ്ങ ഉണ്ട് നിങ്ങൾ വിചാരിക്കും. വെറുതെ ഒരു മാങ്ങ അങ്ങനെ തൂക്കി കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാംഗോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ മാങ്ങ അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മാങ്ങ ഞെട്ടി പൊട്ടിയാൽ എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. ശരിയല്ലേ? ഇപ്പം ഈ മാങ്ങ എന്തിലാണ്? റെസ്റ്റിലാണ്. ഇപ്പം ഈ മാങ്ങ റെസ്റ്റിലാണ്, സംശയമൊന്നുമില്ലല്ലോ, റെസ്റ്റിലാണ്. ഈ ഞെട്ടി ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ മാങ്ങ എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. കാരണം എർത്ത് അതിനെ വലിച്ച് താഴിടും, ഷുവർ. അപ്പം ഞെട്ടി പൊട്ടിയാൽ കറക്റ്റ് മാങ്ങ താഴത്തേക്ക് വരും അല്ലേ? അപ്പം മാങ്ങ റെസ്റ്റില അല്ല, മാങ്ങ എന്ത് ചെയ്തു? മാംഗോ എന്ത് ചെയ്തു? മോഷനിലേക്ക് കൺവേർട്ടായി. ശരിയല്ലേ? ഇനീഷ്യലി എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. ഇനീഷ്യലി എന്താണ്? മാങ്ങ റെസ്റ്റിലായിരുന്നു അല്ലേ? ഇനീഷ്യലി മാങ്ങ എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. എന്നാൽ ഞെട്ടി പൊട്ടി, അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് പോയി. അതോടുകൂടി എന്ത് ചെയ്യും? ആ മാങ്ങ നേരെ താഴത്തേക്ക് വീഴും. അപ്പം അതിനെന്ത് കിട്ടി? ഒരു വെലോസിറ്റി കിട്ടി. താഴത്തേക്ക് വീഴുമ്പോൾ അത് മോശമില്ലാണല്ലോ. അപ്പോൾ അതിന് ഫൈനലി എന്ത് കിട്ടി? അതിന് ഒരു വെലോസിറ്റി കിട്ടി. എന്ന് പറഞ്ഞാൽ ആദ്യം റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 0. ആ നെറ്റ് ഇങ്ങോട്ട് പൊട്ടിയപ്പോൾ നേരെ താഴത്തേക്ക് വീണു. അപ്പോൾ വെലോസിറ്റി എന്തായി? ചേഞ്ച് ചെയ്തു. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അവിടെ എന്തുണ്ട്? വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്താൽ അവിടെ എന്തുണ്ട്? ഒരു ആക്സിലറേഷൻ ഉണ്ട്. ശരിയല്ലേ? അത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞത് ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അതായത് ഒരു മാങ്ങ ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു അല്ലേ? അതിൻ്റെ നെറ്റ് പൊട്ടിയപ്പോൾ അതെന്ത് ചെയ്തു? ഭൂമിയിലേക്ക്
വന്ന് വീഴുകയാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു മാങ്ങയുടെ നെട്ടി പൊട്ടുമ്പോൾ ആ മാങ്ങ താഴത്തേക്ക് വീഴുന്നു. അത് ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് താഴത്തേക്ക് വീഴുന്നത്? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് താഴത്തേക്ക് വീണാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീ ഫോൾ. അപ്പോൾ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രീ ഫോൾ എന്ന് പറയുക. അങ്ങനെ ഫ്രീ ഫോൾ സംഭവിക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിൽ എന്ത് വരും? മാറ്റം വരും. അതായത് ഇനീഷ്യലി ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, അതിൻ്റെ നെറ്റി പൊട്ടി അത് താഴത്തേക്ക് വീഴുന്നു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് താഴത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷൻ കൊണ്ടാണ്, അല്ലേ? അങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഇനീഷ്യലി ഇത് റെസ്റ്റിലായിരുന്നു, കൈ വിടുമ്പോൾ താഴത്തേക്ക് വരുന്നു കേട്ടോ, മോഷനിലേക്ക് മാറുന്നു. അപ്പോൾ അതിന് വെലോസിറ്റി കിട്ടുന്നു, അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവുന്നു, അല്ലേ? അപ്പോൾ ഫ്രീ ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ ആരാ കൊടുക്കുന്നത്? ഗ്രാവിറ്റി. അങ്ങനെ ഗ്രാവിറ്റി കൊടുക്കുന്ന, എർത്തിൻ്റെ ഗ്രാവിറ്റി കൊടുക്കുന്ന ആ ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? സ്മോൾ ലെറ്റർ ജി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ ജി എന്നാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ നിലത്തേക്ക് വീഴുക. അതന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട്, ഫ്രീ ഫോൾ. അതായത് എല്ലാ ഒബ്ജക്റ്റും പിടിവിട്ടാൽ എന്ത് ചെയ്യും? താഴെ വീഴും. അതിന് തന്നെയാണ് ഫ്രീ ഫോൾ എന്ന് പറയുക. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുന്നതാണ് ഫ്രീ ഫോൾ. ഓക്കെ, ഇപ്പോൾ മാങ്ങ വീഴുന്നതായാലും ചക്ക വീഴുന്നതായാലും ഒക്കെ എന്താണ്? ഫ്രീ ഫോൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പിടിവിട്ടാൽ ഈ പേന നിലത്ത് വീഴുന്നതും എന്താണ്? ഫ്രീ ഫോളാണ്. ഓക്കെ, നമ്മൾ കാൽ തെറ്റി നിലത്തേക്ക് വീണാലും എന്ത് തന്നെയാണ്? ഫ്രീ ഫോളാണ്. ഓക്കെ, നമ്മളൊരു ഉയരത്തിൽ കയറി നിൽക്കാൻ ഒരു നിലത്തേക്കാണ് ചാടുക, അപ്പോൾ എന്താ? ഫ്രീ ഫോളാണ്. ഓക്കെ, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുക, അതിനെയാടാ എന്തെന്ന് പറയുക? ഫ്രീ ഫോൾ എന്ന് പറയുക. അങ്ങനെ ഫ്രീ ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്കൊക്കെ എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഫ്രീ ഫോളിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? ഫ്രീ ഫോളിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഫാൾ ടുവേർഡ്സ് എർത്ത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അലോൺ, അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം ഒരു വസ്തു താഴെ വീഴുക. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദി ആക്സിലറേഷൻ, അല്ലേ? എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്ന ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ജി ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഈ ജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ജിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അടുത്ത നമ്മൾ പറയുന്നത് ഈ ജിയുടെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? അതിന് ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ എർത്ത്, ഇത് നമ്മളെ എർത്താണ്. ഓക്കെ, എർത്ത് ഇത് നമ്മളെ എർത്തിൻ്റെ സെൻറ്ററാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്ററിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എർത്തിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എം എന്നെടുക്കുകയാണ്, വലുതല്ലേ, അപ്പോൾ വലിയ അക്ഷരം എം എന്നെടുത്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇതാ എർത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണ്? സ്മോൾ ലെറ്റർ എം ആണ്. വെറുതെ ചെറിയ ഒബ്ജക്റ്റ് അല്ലേ, അപ്പോൾ സ്മോൾ ലെറ്റർ എം. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? താഴത്തേക്ക് വീഴുകയാണ്. എന്തുകൊണ്ടാണ് വീഴുന്നത്? എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ നിലത്തേക്ക് വീഴുന്നു. ഓക്കെ, അപ്പോൾ നേരെ താഴത്തേക്ക് വീഴുന്നു. ഓക്കെ, താഴത്തേക്ക് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആരൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്? എർത്ത് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ആ ഫോഴ്സാണല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? ആ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്നു. അതുകൊണ്ട് ആ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നു, അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴത്തേക്കാണ് എർത്ത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? അതിന് ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ആണോ? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാ? നോക്കടാ, ഈ ഒബ്ജക്റ്റും അതേപോലെ തന്നെ എർത്തിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ് കേട്ടോ. ഡിസ്റ്റൻസ് എന്താണ്? ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എർത്തിൻ്റെയും ഈ ഒബ്ജക്റ്റിൻ്റെയും ഇടക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതാണല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് എത്രയായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു ജി
ആരുടെയൊക്കെ മാസ് എടുക്കണം? എർത്തിൻ്റെ മാസ്, ഒബ്ജക്റ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതാണല്ലോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടി. നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാലോ. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതായിരിക്കും എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്കറിയാം. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ ആക്സിലറേഷൻ ആയിരിക്കും. ഏത് ലോ? സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓർമ്മണ്ടോ? അപ്പോൾ ഈ ചെറിയ ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് എർത്ത് എന്ത് ചെയ്യുന്നത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് എന്താണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ബേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം ഇൻറ്റു എ എന്ന് പറയാം. കാരണം എന്താ? ഈ ഒബ്ജക്റ്റിന് ഒരു മാസ് ഉണ്ട്, അതാണ് സ്മോൾ ലെറ്റർ എം. എർത്ത് ഇതിനെ താഴത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ആ ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അതാണല്ലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി അല്ലേ? അപ്പോൾ ഇവിടെ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ജി എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നോക്ക്, ഇത് രണ്ടും എഫ് അല്ലേ? കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. 1ഉം 2ഉം ഈക്വൽ അല്ലേടാ? രണ്ടും എഫ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി കൂടെ? എഴുതാം. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്ക് നിങ്ങൾ, എന്താണ് ആദ്യത്തെ ഇക്വേഷൻ എഴുതി? എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? അല്ലെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്ക്, ജി എം അല്ലേ? വലിയ അക്ഷരം എം ഇൻറ്റു ചെറിയ അക്ഷരം എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു ജി. ശരിയല്ലേ? എം ജി. കാരണം രണ്ടും ഫോഴ്സാണ്. അതാണ് ഇതും നോക്കടാ, എൽ എച്ച് എസ് ഫോഴ്സാണ്, ഇവിടെ എൽ എച്ച് എസ് ഫോഴ്സാണ്. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി നിങ്ങൾ നോക്കടാ, ഒരേ ടേമുകളെ കട്ട് ചെയ്തേ. ഇവിടെ സ്മോൾ ലെറ്റർ എം ഉണ്ട്, ഇവിടെയും സ്മോൾ ലെറ്റർ എം ഉണ്ട്. കട്ട് ചെയ്യ്. ബാക്കി അവിടെ എന്താ ഉള്ളത്? ജി. കണ്ടോ? ജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ല. എന്താണ്? ജി ഈക്വൽ ടു നമുക്ക് എന്താ നോക്ക്, ജി ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി. അപ്പോൾ സ്മോൾ ലെറ്റർ ജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒബ്ജക്റ്റിൻ്റെ മാസ് പോയി. ഒബ്ജക്റ്റിൻ്റെ മാസിന് ഇവിടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഇതാരുടെ മാസാ? എർത്തിൻ്റെ മാസാ. ശരിയല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഏതൊരു ഒബ്ജക്റ്റും എർത്തിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അത് ആന വീണാലും, ചക്ക വീണാലും, കുതിര വീണാലും, പോത്ത് വീണാലും ഒക്കെ, പേപ്പർ വീണാലും ഒക്കെ എന്തുതന്നെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ മാസിനെ അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. ഭൂമിക്ക് അങ്ങനെ വലിപ്പം ചെറുപ്പമൊന്നും ഇല്ലയെന്ന് സാരം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് ഭൂമിക്ക്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരേപോലെയാണ്. ഓക്കെ ആണോ? അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണോ? ഒബ്ജക്റ്റിൻ്റെ മാസം കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി മക്കൾ നോക്ക്. എടാ, ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഈ ഒബ്ജക്റ്റ് എന്താണ്? എർത്തിൻ്റെ സർഫസിൻ്റെ അടുത്താണ് വിചാരിക്കുക. നിയർ ദി സർഫസ് ഓഫ് എർത്താണ്. അതായത് ഒബ്ജക്റ്റ് എന്താണ്? ഞാൻ വെറുതെ പറയണേ, ലെറ്റ് ഒബ്ജക്റ്റ് എവിടെയാണ്? നിയർ ദി സർഫസ് ഓഫ് എർത്താണ്. നിയർ ദി സർഫസ് ഓഫ് എർത്ത്, അതായത് എർത്ത് സർഫസിൻ്റെ അർത്താണ്, തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. നിയർ ദി സർഫസ് ഓഫ് എർത്താണ്. അതായത് എർത്ത് സർഫസിന് അടുത്തായിട്ടാണ് ഒബ്ജക്റ്റ് ഉള്ളത് എങ്കിൽ ഈ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കുക? റേഡിയസ് എടുത്തൂടെ? നോക്കിക്കേ, ഇതല്ലേ എർത്തിൻ്റെ സെൻറ്റർ അല്ലേ? അപ്പോൾ ഈ സെൻറ്റർ മുതൽ ഇത്രയും ദൂരം എന്താടാ? എർത്തിൻ്റെ റേഡിയസ് അല്ലേ? എർത്തിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് ഏകദേശം എർത്തിൻ്റെ സർഫസിൻ്റെ അടുത്താണെങ്കിൽ, എർത്ത് സർഫസിൻ്റെ അടുത്താണെങ്കിൽ ആ ഒബ്ജക്റ്റും ഈ എർത്തും എർത്തിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം എന്തിനോട് ഈക്വൽ ആയിരിക്കും? എർത്തിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദി ഒബ്ജക്റ്റ് നിയർലി ഈക്വൽ ടു എന്ത് എഴുതാം? റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് എഴുതാം.
അല്ലേ? അപ്പോൾ ഈ ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കുക? റേഡിയസ് ഓഫ് എർത്ത് എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? ജി ഈക്വൽ ടു ജി, അതേപോലെ തന്നെ എർത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ എന്ന് വരും. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? എല്ലാ വാല്യൂ നമുക്കറിയാലോ. എന്താണ്? ജിയുടെ വാല്യൂ നമുക്കറിയാം. എത്രയുടെ ജിയുടെ വാല്യൂ? ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞേ എത്രയായിരുന്നു? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു എർത്തിൻ്റെ മാസം ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. നമ്മൾ എർത്തിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മാസമൊക്കെ അറിയണ്ടേ, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് സങ്കടം തോന്നില്ല. അപ്പോൾ എർത്തിൻ്റെ മാസം എത്രയാ? 6 എന്ന് ഓർക്കുക. 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം. കണ്ടോ? 2ഉം 4ഉം കൂട്ടി എത്ര? 6 തന്നെയാണ്. കണ്ടോ? ആണ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 6 ഇൻറ്റു 10⁻24. ഓക്കെ. ഇനി ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ റേഡിയസ് എത്രയാ? അതും 6ആ. എത്രയാ? 6.4 ഇൻറ്റു 10⁻6. കണ്ടോ? ഒക്കെ 6. കണ്ടോ? ദി ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും എന്നറിയാം? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ എഴുതി കേട്ടോ. ഇത് നമുക്ക് ചെയ്യാം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്ത് തരുന്നുണ്ട്? ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യം കോൺസെപ്റ്റ് പറയാം, അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ എല്ലാ ന്യൂമറിക്സും നമ്മൾ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 ആണ്. മക്കൾക്ക് ഇതൊന്നും ഒരു കാര്യം മനസ്സിലായോ? അതായത് ഇവിടെ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്ക് നിങ്ങൾ. ജി ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ജി. അതെന്താ? യൂണിവേഴ്സൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അത് കോൺസ്റ്റന്റ് അതിൽ അത് എപ്പോഴും സെയിം ആയിരിക്കും, അത് മാറൊന്നുമില്ല. എർത്തിൻ്റെ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അത് നമുക്കറിയാം. മാസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എർത്തിൻ്റെ മാസ് ഒരിക്കലും മാറില്ല. ഓക്കെ, എർത്തല്ലേ, അത് ഇങ്ങനെ മുറിഞ്ഞു പോകുമൊന്നുമില്ല. എർത്തിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. പക്ഷേ എർത്തിൻ്റെ റേഡിയസോ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് എന്തല്ല, കറക്റ്റ് എന്തല്ല, ഒരു സർക്കിളല്ല, അതിനൊരു ജിയോയിഡൽ ഷേപ്പാണുള്ളത്. ഒരു കോഴിമുട്ടനൊക്കെ പോലെ ഏകദേശം കേട്ടോ, കറക്റ്റ് ഇങ്ങനെയൊന്നുമല്ല, ഏകദേശം ഒരു എന്താണ്, ഒരു എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു ജിയോയിഡൽ ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, ജിയോയിഡൽ ഷേപ്പാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുക. ഈ ഭാഗത്തിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുക, ഇക്വേറ്റർ. ഓക്കെ, ഈ മുകൾ ഭാഗത്തിനെ നമ്മൾ പോൾസ് എന്നാണ് പറയുക, പോൾസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതല്ലേ എർത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഇക്വേറ്ററിലേക്കുള്ള അകലം എന്താണ്? കുറച്ച് കൂടുതലാണ്. എന്നാൽ പോൾസിലേക്കുള്ള അകലം എന്താണ്? കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് പോൾസിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ പോൾസിൽ എർത്തിൻ്റെ റേഡിയസ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, ഇത് റേഡിയസ് ഓഫ് എർത്ത് അല്ലേ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും റേഡിയസും തമ്മിൽ എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അടിയിലല്ലേ, ഇത് മുകളിലല്ലേ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ഇൻവേഴ്സ് ആണ്. ആരുമായിട്ട്? എർത്തിൻ്റെ റേഡിയസുമായിട്ട്. എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് കൂടിയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. നേരെ തിരിച്ചു, അതായത് റേഡിയസ് കുറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. അപ്പോൾ എവിടെ റേഡിയസ് കുറവ്? പോൾസിൽ എർത്തിൻ്റെ റേഡിയസ് കുറവായതുകൊണ്ട് അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറച്ച് കൂടുതലായിരിക്കും, കുറച്ച് കേട്ടോ. അതേപോലെ തന്നെ ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലായതുകൊണ്ട്, എർത്തിൻ്റെ റേഡിയസ് കൂടുതലായതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോൾസിനേക്കാൾ കുറവായിരിക്കും. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ലെസ്സർ ഇൻ ഇക്വേറ്റർ ദാൻ പോൾസ്. ഓക്കെ, പോൾസിനേക്കാളിലും ഇക്വേറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ റീസണാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, കീ പോയിൻ്റ് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പക്കയല്ലേ? ഓക്കെ, എന്നാൽ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.